75ാമത്തെ ജന്മദിനം ആഘോഷിക്കാൻ പോവുകയാണ്. സിനിമയിൽ 52 വർഷം കഴിഞ്ഞു സത്യത്തിൽ കാബാലിക വെച്ച് കൂട്ടുമ്പോൾ. പക്ഷെ ഇപ്പോൾ സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് 2 ക്യാരക്ടേഴ്സിനെ ആഘോഷിക്കുകയാണ് സോഷ്യൽ മീഡിയയും ജനങ്ങളും ഒക്കെ. കിഷ്കിന്ധ കാണ്ഡത്തിലെ അപ്പു പിള്ളയും റൈഫിൾ ക്ലബിലെ കുഴുവേലി ലോനപ്പൻ എന്ന് പറയുന്ന ക്യാരക്ടറും. ഏറ്റവും ലേറ്റസ്റ്റ് കുഴുവേലി ആയതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം. ഇരുന്നു കൊണ്ടാണ് അതിനകത്ത് ചെയ്യാൻ പറ്റുന്നത്. ഇരുന്നു കൊണ്ടുള്ള സാധ്യതയിൽ 2-3 ചിരി ചിരിക്കുന്നുണ്ട്. ഡെപ്ത്, അസാധ്യമായിട്ടുള്ള ആ മനുഷ്യൻ്റെ ഡെപ്ത് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്ന, നമ്മളെ ആക്രമിക്കാൻ വരുന്നവരിൽ നിന്ന് ഇയാൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് തോന്നിപ്പിക്കുന്ന, ഒന്നും കാണിക്കുന്നില്ല, ആ സംഗതി മാത്രം, ആ ഇരിപ്പ്, ക്യാരക്ടറിന് ഡെപ്ത് കാണിക്കുന്ന 2-3 റിയാക്ഷൻസ് മാത്രമാണ് നമ്മളെ കൊണ്ട് ആ ക്യാരക്ടറിനെ കുറിച്ച് പറയിപ്പിക്കുന്നത്. കിട്ടില്ല സാധനം. ഈ സിനിമ വരുന്നതിന് മുമ്പ് ഇത് ഇത്രയും ഹൈപ്പുള്ള ഒരു ക്യാരക്ടറാണെന്ന് വിചാരിച്ചിരുന്നോ? ഇല്ല, ഞാൻ ആ ലോനപ്പനായിട്ട് അഭിനയിച്ചത് ഞാൻ വെറുതെ ഇരിക്കുക. നമ്മളെ നടൻ്റെ ഏറ്റവും കൂടുതൽ നമ്മൾ ആൾക്കാരിലേക്ക് എത്തിക്കുന്നത്, നമ്മളെ വിശ്വസിപ്പിക്കുന്നത്, കൺവേ ചെയ്യുന്നത് നമ്മുടെ അംഗവിക്ഷേപങ്ങൾ കൂടെയും നമ്മുടെ മൂവ്മെൻറ്റിൽ കൂടെയൊക്കെ. ശബ്ദം ഒന്ന്, നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ പോലെ തന്നെ പ്രധാനപ്പെട്ടാണ് ജസ്റ്റേഴ്സ്, അംഗവിക്ഷേപങ്ങൾ, പിന്നെ ബോഡി മൂവ്മെൻറ്റ് മീൻസ് നടപ്പും ഒക്കെ വേണമല്ലോ. ഇത് ഒരാളൊരു സ്ഥലത്ത് ഇരിക്കുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പം നമ്മുടെ ലിമിറ്റേഷൻ ശബ്ദം കൊണ്ടും പിന്നെ നമ്മുടെ ഫേഷ്യലായിട്ടുള്ള എക്സ്പ്രഷൻ കൊണ്ട് പറ്റുള്ളൂ. പക്ഷെ ഇയാൾ ഇരിക്കുമ്പം ഞാനൊരു സാധനം കാണാം, എൻ്റെ മനസ്സിൽ തോന്നി, നമ്മളിപ്പോൾ ഞാനിപ്പോൾ വന്ന് ഈ കസേര വന്ന് ഇങ്ങനെ ഇരിക്കുന്ന പോലെ അല്ല, കുറേ നാളായിട്ട് ഇതിൽ ഇരിക്കുകയാണ്. ആ ഇരിപ്പിനൊരു പ്രത്യേകത, അതിനകത്താണ് അയാൾ, ബാക്കി ബോഡി കൊണ്ടാണ് അയാളുണ്ടാകുന്നത്. അങ്ങനത്തെ ചില ചെറിയ കാര്യങ്ങൾ. പക്ഷെ അതൊന്നും പ്രേക്ഷകന് അറിയുന്ന കാര്യങ്ങളല്ല. പക്ഷെ നിങ്ങൾ ഇപ്പം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ എന്തോ നിങ്ങളെ വിശ്വസിപ്പിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ അതിനാ ഇരിപ്പിലുണ്ടെന്ന് തോന്നണു. അതുകൊണ്ട് ഇന്ന് തന്നെ എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഭയങ്കര ഒരു പവർ തോന്നും ആ ആളിലെന്ന് പറഞ്ഞു. അതൊക്കെ ഇതാണ്. അപ്പം ഇരിപ്പിലാണെങ്കിലും എന്ന് പറയുന്ന ഒരു സംഭവമാണത്. അത് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഇപ്പോൾ ബോഡി തളർത്തിയിട്ടിട്ടുണ്ടാവാം, പക്ഷേ ഈ ഇരിപ്പിൻ്റെ കഴുത്തിലോ എവിടെയെങ്കിലുമൊക്കെ ഒരു ഗ്രിപ്പ് പിടിച്ചു നിന്നിട്ട്, കാരണം ആ ക്യാരക്ടറിൻ്റെ ഒരു ഡെപ്ത് ഉണ്ട്. കാരണം വിശ്വസിപ്പിക്കാൻ പറ്റണം നമ്മളെ. കാരണം പുള്ളി ലീഡ് ചെയ്യുന്ന ആളാണ്. അവിടുത്തെ ആ നടക്കാൻ പോകുന്ന സംഭവത്തെ എതിരിടുന്നതിൽ ഒരു പ്രധാനപ്പെട്ട, നമ്മൾ നോക്കിയിരിക്കുന്ന ഒരാൾ, ഇയാൾ എന്ത് പറയുമെന്നാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. അതിനനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്. അത് ആദ്യമേ തന്നെ നമ്മളെ ധരിപ്പിക്കാൻ, ക്രൈസിസ് വരുമ്പോൾ തന്നെ നമ്മളെ ധരിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സാർ എങ്ങനെയാണ് അത്? അതെല്ലാവരും പറയുമ്പോൾ നമ്മൾ മുഖം കൊണ്ട് അഭിനയിക്കുന്നത്. ഞാൻ ഒരിക്കലും മുഖം കൊണ്ട് അഭിനയിക്കാൻ ശ്രമിക്കാറില്ല. ഞാൻ മനസ്സുകൊണ്ട് അഭിനയിക്കുന്നത്. എൻ്റെ മനസ്സിൽ ആണ് എനിക്ക് ആ ക്യാരക്ടർ ഉണ്ടാകുന്നത്. ആ ക്യാരക്ടർ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, അയാൾ എങ്ങനെയായിരിക്കും പെരുമാറുന്നത്, എൻ്റെ മനസ്സ് തന്നെയാണ്. എൻ്റെ മനസ്സിനെ, എൻ്റെ ബുദ്ധിയെ, അതിനെയൊക്കെ ഞാൻ അയാളുടേതായിട്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് സങ്കടം വരും. ഞാൻ സങ്കടം വരുമ്പോൾ ചിലപ്പം കരയുകയില്ലായിരുന്നു. ഞാൻ കരയാതെ പിടിച്ചിരിക്കുന്ന ഒരാളായി. പക്ഷെ ചിലപ്പോൾ ഞാൻ തലയണയിൽ മുഖം ഓർത്ത് കരയാം. അങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കരഞ്ഞിട്ടില്ല. അതുകൊണ്ടേക്ക് പിന്നെ അച്ഛൻ മരിച്ചപ്പോഴൊക്കെ ഞാൻ കരഞ്ഞു. അപ്പോൾ എനിക്കിപ്പോൾ ഞാൻ പിടിച്ചു നിന്നിട്ട് ഞാൻ പൊട്ടിപ്പോവും. അതങ്ങനത്തെ ഒരു കരച്ചിലായിരിക്കുള്ളൂ. പക്ഷേ എനിക്ക് ഈ വികാരം, എൻ്റെ വികാരങ്ങൾ, എനിക്ക് ഈ പറഞ്ഞ സങ്കടമൊക്കെ, എൻ്റെ വിജയരാഘവൻ്റെ വികാരങ്ങൾ ഞാൻ ഇപ്പം 100 വയസ്സുള്ള അപ്പൂപ്പനായിട്ട് അപ്പം ആ 100 വയസ്സുള്ള അപ്പൂപ്പൻ്റെ വികാരമായിട്ടാണ് ഞാൻ പുറത്തോട്ട് വിടുന്നത്. പക്ഷേ ആ ഇമോഷൻ എന്നിലുണ്ട്. അപ്പോൾ പിള്ളേരുടെ സംശയങ്ങളും അയാളുടെ ഓർമ്മയില്ലാതെയും ഓർമ്മപ്പെടുത്തലും അതൊക്കെ എന്നിലാണ് സംഭവിക്കുന്നത്. എൻ്റെ മനസ്സിൽ സംഭവിക്കുന്നതാണ്. ഇപ്പോൾ ലോനപ്പൻ്റെ മാനസികാവസ്ഥ, അയാളുടെ സ്റ്റബേണാണ്. അയാളുടെ ഒരു ആ ഇരിപ്പിലാണെങ്കിലും എത്ര ഉണ്ട്, എത്ര പേരുണ്ട്, അത് വളരെ ഷാർപ്പാണ് അയാൾ. ആ ഷാർപ്പ്നെസ് ആണ് എൻ്റെ മനസ്സിലുള്ളത്. എൻ്റെ മനസ്സിൽ അത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്. ഇപ്പം നമ്മളൊന്ന് സംസാരിക്കുമ്പം എനിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടോ, എൻ്റെ പെരുമാറ്റം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണ്? എൻ്റെ മനസ്സിലെ അവസ്ഥ നിങ്ങൾക്ക് എൻ്റെ ബോഡി ലാംഗ്വേജിലും ഫേസിൽ കൂടെ വരുന്നതാണ്. എൻ്റെ മനസ്സിലാണത്. നിങ്ങളുള്ള എൻ്റെ സമീപനം എൻ്റെ മനസ്സിലാണല്ലോ. അത് ഞാൻ കാണിക്കലല്ല. ഞാൻ ജീവിതത്തിലും അതെ, ഞാൻ ജീവിതത്തിലൊന്നും കാണിക്കാറില്ല. ഞാൻ എൻ്റെ മനസ്സിൽ ഉള്ള. അപ്പം ചിലപ്പോൾ എന്നോട് എൻ്റെ ഭാര്യയൊക്കെ പറഞ്ഞു, ചിലപ്പോൾ എനിക്ക് ഇഷ്ടമല്ലാത്ത ചില കാര്യങ്ങളും പറയും, ഇന്നെ മുഖം പറ്റി. ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ അല്ലാതെ പ്രകടിപ്പിക്കാൻ അറിയില്ല. ഉള്ളത് ഞാൻ വരും എൻ്റെ മുഖത്ത്. ഞാൻ പറയും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ക്യാരക്ടറാകുമ്പോൾ ആ ക്യാരക്ടർ എന്താണ് വേണ്ടതെന്നുള്ളത് ഇത് ചെയ്യുന്നേ ഉള്ളൂ. റീസെൻ്റ് സിനിമ ആയതുകൊണ്ട് നമ്മുടെ മനസ്സിനകത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. എനിക്ക് പൊതുവിൽ ഈ വെടിവെച്ചൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ഇതിനകത്ത് എനിക്കും വേണമായിരുന്നു ഒരു തോക്ക് എന്ന് തോന്നിപ്പോയി.
കാരണം ആ ക്രൈസിസിൽ ഒരു വെടി വെക്കാൻ പറ്റിയിരുന്നെങ്കിൽ, വെടിവെക്കുന്നവർ ഓരോരുത്തരുടെ മുഖത്തും കിട്ടുന്ന എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അത് നമ്മുടേതായിരുന്നു ആ സാറ്റിസ്ഫാക്ഷൻ. ആ സിനിമ അത്തരത്തിലാണ് വിജയിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ ആ സിനിമയിൽ ഒരുപാട് പേരെ കൊല്ലുന്നുണ്ട്, പക്ഷെ നമുക്ക് ആരെയും കൊല്ലുന്നതായിട്ട് തോന്നുന്നില്ല. നമുക്കൊരു കൊലപാതകം ഫീൽ ചെയ്യുന്നില്ല. അതിൻ്റെ ഒരു ഹ്യൂമർ, അതിൻ്റെ എല്ലാം അണ്ടർ കറണ്ട്, അതാണ് തമാശ ഉണ്ട്. അതെ അതെ. ഇപ്പൊ അന്ന് ഒരുത്തരം നിന്നെ വെടിവെക്കാൻ വന്നല്ല, നിന്നെ രക്ഷിക്കാൻ വന്ന തുന്നിക്കെട്ടെന്നൊക്കെ ആ പയ്യനെ ഒന്ന് കൊല്ലണമെന്ന് വിചാരിച്ചിട്ടില്ല, അവൻ ഇരന്ന് വാങ്ങുന്നതാണ്. മറ്റേ ആദ്യവും അതെ, ആദ്യം ആ പെണ്ണിനെ കയറി പിടിക്കുന്നവൻ, ആ പെണ്ണ് പറയുന്നു ഇപ്പോൾ നീ കള്ളു കുടിച്ചിട്ടുണ്ടെന്ന് അവൻ പറയുന്നുണ്ട്. അവൻ്റെ ഒരു പെണ്ണിനെ കയറി പിടിക്കുമല്ലോ, അതാണല്ലോ എൻ്റെ തുടക്കം. അപ്പോൾ നീ കള്ളു കുടിച്ചു, നീ പോ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവൻ തടയുന്നുണ്ട്. ആ തടഞ്ഞിട്ട് പിന്നെ അവൻ അതിക്രമിച്ച് കിടക്കുമ്പോഴാണ് പെണ്ണടിക്കുന്നത്. പെണ്ണടിച്ച് വീണ്ടും അടിക്കാൻ വരുമ്പോഴും അവൻ ചവിട്ടും വീണ് പോയെന്നേ ഉള്ളൂ. അതിനകത്തൊന്നും നമുക്കൊരു ക്രൂവൽറ്റി ഫീൽ ചെയ്യല. അത് വേണ്ടതാ എന്ന് തോന്നിപ്പോവും. അതാണ് അതിനകത്തെ ഓരോ കൊലപാതകത്തിനും നമുക്ക് ജസ്റ്റിഫിക്കേഷൻ തോന്നും. നമ്മുടെ ആർട്ടിസ്റ്റുകളുടെ ഒരു നീണ്ട നിര ഉള്ളപ്പോഴും പുറത്തുനിന്ന് അനുരാഗ് കശ്യപിനെ പോലുള്ള ആൾക്കാർ, ഇപ്പൊ ഹനുമാൻ കൈനെ പോലുള്ള പുതു ജനറേഷന്റെ ഹിറ്റും ഒക്കെ അതിനകത്ത് വന്നപ്പോൾ മൊത്തത്തിലൊരു നമ്മുടെ സിനിമ കുറച്ചുകൂടെ അപ്ലിഫ്റ്റ് ചെയ്യപ്പെട്ട സിനിമകളിൽ ഒന്നാണ് ഈ റൈഫിൾ ക്ലബ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ സിനിമ കുറച്ചുകൂടെ വളരുന്നില്ല. നമ്മുടെ സിനിമ എന്നല്ല ഇപ്പൊ പറയുന്നത്, നമ്മുടെ സിനിമ ബാക്കി സിനിമയെക്കാട്ടിലും മേലെ വരുന്നുണ്ട്. അപ്പം നമ്മുടെ സിനിമയല്ലോ, നമ്മുടെ സിനിമ മൊത്തത്തിലുള്ള സിനിമയാണ്. പിന്നെ മൊത്ത സിനിമയിൽ ഇപ്പൊ കിഷ്കിന്ദകാണ്ട് എന്ന പടം ഞാൻ അഭിനയിച്ചുകൊണ്ട് പറയില്ല, അതിന്റെ സ്ക്രിപ്റ്റ് ഒരു ബ്രില്യൻ സ്ക്രിപ്റ്റാണ്. നമ്മൾ ചില ഇംഗ്ലീഷ് ഫിലിമുകളൊക്കെ കാണുന്നില്ല, എന്നെ ആകർഷിച്ചത് കൂടുതൽ ഈ ഫോറിൻ ഫിലിംസൊക്കെ പല ബ്രില്യൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പലപ്പോഴും. അതേപോലെയുള്ള ബ്രില്യൻസ് ആണ് അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങുള്ളത്. നമ്മുടെ വളരെ പരിമിതി ഉണ്ട്. നമ്മൾ കുറേ ദിവസങ്ങൾ പൈസ മുടക്കുന്നതിനൊക്കെ ചിലവൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ പരിമിതി, ഒരു ക്യാമറയൊക്കെ വെച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ആ പരിമിതി വെച്ചിട്ട് ഇത്രയും നല്ല സിനിമ, ഇത്രയും ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റിയത് ഭയങ്കര ബ്രില്യൻസ് ആണത്. ഒരു ഈ ലോക സിനിമയിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് ചിന്തിക്കാവുന്ന പിള്ളേരാണ് നമ്മുടെ ഉള്ളത്. ഇപ്പം റൈഫിൾ ക്ലബ് ഒന്നും ചെറിയ സംഭവമാണ്. ഒരു 1.5 ദിവസം കൊണ്ട് ഒരു രാത്രിയും ഒരു രാവിലെ ഒരു 10 മണിക്കുള്ളിൽ നടക്കുന്ന സംഭവമാണ്. അതിനൊരു പ്രത്യേക ആധിപത്യാന്നുള്ള കഥയില്ല, അങ്ങനെയുള്ള കഥാപാത്രങ്ങളുടെ സ്വഭാവം വർണ്ണിക്കത്തക്ക രീതിയിലുള്ള സിറ്റുവേഷൻ ഇല്ല. ഒരു സാധാരണ സിനിമയിലൊക്കെ ആദ്യം ഇതാണ് ഇന്നയാള് അതിൽ ഇത്രക്കാരനാണ്, മറ്റേ ഇത്രക്കാരനാണെന്ന് മനസ്സിലായാണ് നമ്മൾ കഥയിലേക്ക് എത്തുന്നത്. അതിനുള്ള സമയമൊന്നുമില്ല. അതിനൊന്നും ഇല്ലാത്തൊരു ചെറിയ ഇൻസിഡൻറ്റ് വെച്ചിട്ടാണ് ഈ 2 മണിക്കൂർ നമ്മളിങ്ങനെ രസിച്ച് സന്തോഷിച്ച്, എന്നാൽ ഒരു വളിപ്പല്ലാത്ത രീതിയിലുള്ള വേറെ രീതിയിലുള്ള തമാശയൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു ബ്രില്യൻസ് ഭയങ്കരമാണത്. നമ്മൾ വളരെ തീരെ മോശക്കാരെന്ന് നമ്മളെ സിനിമ കൊച്ചു സിനിമ എന്നൊന്നും പറയേണ്ട കാലമൊക്കെ കഴിഞ്ഞു പോയി. വേറെ ലെവലാണ്. പിന്നെ ഇപ്പോഴത്തെ പിള്ളേർക്ക് ടെക്നിക്കലി ഒക്കെ വളരെ 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 മേലെയാണ്. ഈ അപ്പുപിള്ളയിലേക്ക് വന്നു കഴിഞ്ഞാൽ ചില സമയത്ത് ആ മനുഷ്യനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് ആ മനുഷ്യൻ്റെ മനസ്സിൽ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലൂടെ നമ്മൾ ആദ്യത്തെ പ്രാവശ്യം കാണുമ്പോൾ പോകുന്നത്. കാരണം എന്താണ് നമുക്ക് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. അപ്പം നമ്മളിത് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. പക്ഷേ അപ്പുപിള്ളയുടെ നോട്ടങ്ങളൊക്കെ നമ്മൾ റീവാച്ച് ചെയ്യാൻ, നമ്മുടെ മനസ്സിനകത്ത് റീവാച്ച് ചെയ്യുമ്പോൾ നമുക്ക് രണ്ടാമത് പിടികിട്ടും ആ നോട്ടങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ഡെപ്ത്. രണ്ടാമത് കാണുമ്പോൾ അതാ സ്ക്രിപ്റ്റിന്റെ ഗുണമാണ്, വേറെ ലെയറുണ്ട്. അതെ,